21 ഡേയ്സ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡെയിലി വ്ളോഗ് ചെയ്തു. എന്താണ് സക്സസ്ഫുൾ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുപാട് വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും കിട്ടിയില്ല. നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഡെയിലി വ്ളോഗ് ചെയ്യുക എന്ന കാര്യം ഞാൻ അങ്ങനെ 21 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പല ദിവസവും മോട്ടിവേഷൻ ഇല്ലാതെ പകുതിയിൽ നിർത്താനൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. 21 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി, എൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയാണ് ഈ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അത് 21 ദിവസം എത്തിയിരിക്കുകയാണ്. 3 ആഴ്ച. എന്തൊക്കെ ചേഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ, പുറത്തിറങ്ങി എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. ഒരിക്കലും സോഷ്യൽ ആങ്സൈറ്റിയോ ഫിയറോ അല്ല. സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത തന്നെയാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. ഞാൻ പുറത്തിറങ്ങി വ്ളോഗ് ചെയ്യുമ്പോൾ ആരെങ്കിലും ചോദിക്കാണ്ട് നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 7. അതൊരു നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 1K എങ്കിലായ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പുറത്തിറങ്ങി വ്ളോഗ് ചെയ്യും. ഞാൻ പുറത്തിറങ്ങി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആരെങ്കിലും കാണുമെന്നുള്ള ചെറിയൊരു പേടിയുണ്ട്. അതൊരിക്കലും ആളുകൾ കാണുമെന്നുള്ള പേടിയല്ല, ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് തന്നെയാണ് എന്നെ പേടിപ്പിക്കുന്നത്. പിന്നെന്താ, ഇപ്പോ പഴയ പോലുള്ള ആ മടിയില്ല. ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റും. പാതി വഴിയിൽ എന്തായാലും ഞാൻ നിർത്തിയിട്ട് പോകൂല. നോക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കുന്നു.